ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തലൈവർ രജനികാന്തിന്റെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വൻ താരനിരയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ കൂലിയുടെ കാത്തിരുന്ന ആദ്യ ദിവസത്തെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അഥവാ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ കളക്ഷനാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രകാരം ഈ കാണുന്ന പോസ്റ്റർ പ്രകാരം 151 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ആദ്യ ദിവസം കൂലി ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസായ സൺ പിക്ചേഴ്സ് ആണ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ആ പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നമ്മുടെ ട്രാക്കേഴ്സ് അഭിപ്രായപ്പെടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു പ്രൊമോഷണൽ ഫിഗേഴ്സ് ഒന്നും തന്നെയല്ല, കൃത്യമായ കളക്ഷനാണ്, ട്രാക്കേഴ്സ് കളക്ഷൻ തന്നെയാണ് എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രാക്കേഴ്സ് കളക്ഷൻ ഫോളോ ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസ് കൂടിയായിട്ട് തമിഴിലെ കൂലി പ്രൊഡക്ഷൻ ഹൗസ് സൺ പിക്ചേഴ്സ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ് തമിഴിലെ റെക്കോർഡ് വേൾഡ് വൈഡ് കളക്ഷൻ കൂലിയിടും. അതോടൊപ്പം തന്നെ 150 കോടിയിലേറെ സിനിമയുടെ കളക്ഷൻ കടക്കുമെന്ന്. ഇപ്പോഴത്തെ അത് ശരിവയ്ക്കുന്ന 151 കോടിയാണ് സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. കൂലി മറികടന്നിരിക്കുന്നത് ലോകേഷിന്റെ തന്നെ മറ്റൊരു സിനിമയാണ്. അത് വിജയ് നായകനെത്തിയ ലിയോ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് FT ഗ്രോസ് ആണ്. സിനിമയുടെ അന്ന് പുറത്തു വന്ന ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 148 കോടി 50 ലക്ഷത്തിന് മുകളിലായിരുന്നു വേൾഡ് വൈഡ് FT ഗ്രോസ് കളക്ഷൻ. ആ കളക്ഷനാണ് ഇപ്പോഴത്തെ രജനികാന്ത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സിനിമയിലൂടെ തന്നെ മറികടന്ന് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ തമിഴ് സിനിമയിലെ വീണ്ടും റെക്കോർഡ് ഇട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ തമിഴ് സിനിമ ആദ്യമായിട്ട് ആദ്യ ദിവസം 150 കോടിയിലേറെ കളക്ഷൻ കണ്ട ദിവസമായിട്ട് ഇന്നലെ ഓഗസ്റ്റ് 14 മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ ഇന്നത്തെ ഉൾപ്പെടെയുള്ള കൂലിയുടെ അടുത്ത ബോക്സ് ഓഫീസ് കളക്ഷൻ അറിയുവാനായിട്ട്.